ഹായ്, നമ്മുടെ കേരള ഭൂഘടന അനുസരിച്ച് 3 തരത്തിലുള്ള പ്ലോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നമുക്ക് റോഡ് ലെവലിൽ തന്നെയുള്ള പ്ലോട്ട്, 2 റോഡ് ലെവലിൽ താഴ്ന്നു നിൽക്കുന്ന പ്ലോട്ട്, 3 റോഡ് ലെവലിൽ ഉയർന്നു നിൽക്കുന്ന പ്ലോട്ട്. ഇങ്ങനെ റോഡ് ലെവലിൽ നിന്ന് ഏകദേശം 10 അടിയോളം ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലോട്ടിൽ മിസ്റ്റർ ഷിബു ഹസനും ഫാമിലിക്കും വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിർമ്മിച്ച വ്യത്യസ്തമായ ഡിസൈനിൽ നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത്. സൈറ്റിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ടെറൈനായി കിടക്കുന്ന ഒരു പ്ലോട്ടായിരുന്നു. ഏകദേശം റോഡ് ലെവലിൽ നിന്ന് 10 അടി ഉയർന്നു നിൽക്കുന്ന പ്ലോട്ടായിരുന്നു ഒന്ന്. 2, ഈ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലായിട്ടൊരു തോടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഉറവയുണ്ട്. അപ്പോൾ ഉറവയായിട്ട് നമുക്ക് ഈ പറമ്പിൽ കൂടെ മൊത്തം ഒരു വെള്ളം ഫ്ലോ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീട് പണിത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതായിരുന്നു ഒരു തോട്ട്. അപ്പോൾ ഇത് 2 കാര്യം ഒരു പോസിറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിസൈൻ കോറായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോഡിന്റെ ബാക്ക് സൈഡിലുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നം, അത് രണ്ടാമത്തെ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് സൈഡായിട്ട് നമുക്കൊരു ട്രെഞ്ച് എടുത്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വാട്ടർ ഫൗണ്ടെയിൻ പോലെ ഒരു ചെറിയൊരു കുളം കൊടുത്ത് അവിടെ നിന്ന് ഒരു നാച്ചുറൽ ആയിട്ട് രീതിയിലുള്ള അരുവിയായി കണക്ട് ചെയ്ത് നമുക്ക് ഈ ബാക്കിൽ കാണുന്ന പോലെ വീണ്ടും ഒരു ഫൗണ്ടെയിനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടുന്ന് ഉള്ള വെള്ളം നമുക്ക് ഓവർഫ്ലോ ചെയ്ത് ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈൻ കൺസെപ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 365 ദിവസം ഈ വീട്ടിലൊരു വാട്ടർഫാൾ അല്ലെങ്കിൽ മിനി ഒരു വാട്ടർ ഫൗണ്ടൻ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. വേറെ പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് എപ്പോഴും കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ടോട്ടൽ ആദ്യത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ടെറൈനായിട്ട് 10 അടിയോളം ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലോട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ, ഈ പ്ലോട്ടിൻ്റെ ഘടന അനുസരിച്ച് തന്നെ ഇതിൻ്റെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ലെവലായിട്ട് നിർത്തി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്രണ്ട് സൈഡായിട്ട് ഫോർമൽ ലിവിങ് 2 ബെഡ്റൂം നമ്മൾ നിർത്തി. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടുള്ള കിച്ചൺ, അതുപോലെ മാസ്റ്റർ ബെഡ്റൂം, അങ്ങനെയുള്ള പോർഷൻ ഒരു ഹൈറ്റോടെ കൂട്ടി അങ്ങനെ ഒരു 3 തട്ടായിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഒരു ത്രെഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ലെങ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ, ലൈറ്റിങ് ഒക്കെ ഈ ഒരു ആംഗിളിലായിരിക്കും പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഒരു മിഡിൽ പോർഷൻ, ഒരു മെയിൻ ഹൈലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ പോർഷനാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് 2 പോർഷനിലേക്കും, ഒരു പോർഷൻ താഴ്ന്നു നിൽക്കുന്നു, ഒരു പോർഷൻ പൊങ്ങി നിൽക്കുന്നു എന്നുള്ള ലെവലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.